പലർക്കും ഒരു ധാരണയുണ്ട് പഴയ ആൾട്ട് കോയിന്, അതായത് 2021 നല്ല രീതിയിൽ ഹൈ ആയ ആൾട്ട് കോയിൻ. അത് ചിലതൊക്കെ നമുക്ക് ഉദാഹരണം പറയാം. ആദ്യം തന്നെ നിങ്ങൾ ഒരിക്കലും ഏതൊരു സിറ്റുവേഷൻ ആയാലും വിട്ട് കളയാത്ത രണ്ട് കോയിനുകൾ, അതായത് BTC പിന്നെ എതേറി. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എതേറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു $10,000 വരെയൊക്കെ എത്താനുള്ള ഒരു നല്ലൊരു കോയിൻ തന്നെയാണ് എതേറി. പിന്നെ BTCയെ സംബന്ധിച്ച് BTC $1 ലക്ഷവും $2 ലക്ഷം ഒക്കെ എത്തും. അപ്പോൾ ആ ഒരു രണ്ട് കാര്യത്തെ നിങ്ങൾ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ പഴയ കുറച്ച് ആൾട്ട് കോയിനൊക്കെ നിങ്ങൾ നോക്കും. XRP, ഡോഗ് ആയിക്കോട്ടെ. അപ്പോൾ ടോൺ വേണ്ട, ടോൺ പുതിയൊരു സംഭവമാണ്, അതൊക്കെ നോക്കേണ്ട സാധനങ്ങളാണ്. കർഡാനോ, മാറ്റിക്ക്. ഈ ഒരു മാറ്റിക്ക് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഞാൻ പലപ്പോഴായിട്ട് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു ഇന്ത്യൻ പ്രൊജക്റ്റാണ്. ഇന്ത്യൻ പ്രൊജക്റ്റുകൾ സ്വാഭാവികമായിട്ടുള്ള കുഴപ്പങ്ങളെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രൊജക്റ്റുകൾ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാഴ്ചവെക്കില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റുള്ളവർക്ക് അത്ര ട്രസ്റ്റ് വരില്ല ഇന്ത്യൻ പ്രൊജക്റ്റുകൾ. അപ്പം ഈ ഒരു മാറ്റിക്കൊക്കെ നിങ്ങൾ ഓൾഡ് പ്രൊജക്റ്റുകളാണ്, അതൊന്നും വിട്ട് കളയുക. ഇപ്പം ഡോട്ട ആയിക്കോട്ടെ, എല്ലാം ഓൾഡ് പ്രൊജക്റ്റുകളാണ്. ഇനി നിങ്ങൾ ഓൾ ടൈം ഹൈ അടിക്കുമെന്ന് കരുതി, ഇപ്പം ഡോട്ട ആണെങ്കിൽ $50 അല്ലേ ഓൾ ടൈം ഹൈ അടിച്ചത്, ആ ഒരു ഏരിയ എത്തുമെന്ന് കരുതി നിങ്ങൾ വീണ്ടും ബൈ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ എത്താനുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. ഇനി ഒരു പുതിയ കോയിനുകൾ ഏതൊക്കെയാണെന്നൊക്കെ സംശയമായിരിക്കും. അപ്പം ആദ്യം തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്നു ARB, അതായത് ആർബിട്രം. ഇതെന്തൊക്കെയാലും വിട്ട് കളയരുത് ഈ ഒരു കോയിൻ. പുതിയതായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇത് ഇപ്പോഴും ലോയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം വെറും $1 ഏരിയ ഉള്ളൂ. നിങ്ങൾക്ക് സ്പോട്ടിൽ ഇത് ഈസി ആയിട്ട് ബൈ ചെയ്താൽ $10 വരെ കയറിപ്പോകുന്ന ഒരു കോയിനാണ് ആർബിട്രം. ഓക്കെ, അപ്പം ഇത് വിട്ട് കളയരുത്. ഓക്കെ, അടുത്തത് സുയി. അപ്പോൾ സുയിക്ക് ഇപ്പോൾ 79 സെൻറ്റാണ്. അപ്പോൾ സുയി ഒരിക്കലും വിട്ട് കളയരുത്. ഓക്കെ, ഇത് നല്ലൊരു മൂവ്മെൻ്റ് ഉള്ളൊരു കോയിനാണ് സുയി. അപ്പം നിങ്ങളിതൊരിക്കലും വിട്ട് കളയരുത്. ഇതും നല്ല രീതിയിൽ തന്നെ മൂവ്മെൻ്റ് ഉണ്ടാകും. ഏകദേശം ഒരു $5-6 മൂവ്മെൻ്റ് ഉണ്ടാകും. അല്ലാതെ പഴയ ആൾട്ട് കോയിനൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആൾട്ട് ഹൈ അടിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. പുതിയ ആൾട്ട് കോയിന് നമുക്ക് നോക്കാം. പിന്നുള്ളത് ഇപ്പോൾ ഇറങ്ങിയത് ഡോക്സ്. ഇപ്പോൾ ഇറങ്ങിയ നമുക്ക് ഡോക്സിനെ അറിയാമായിരിക്കും. ഈ ഒരു ഡോക്സ് ഒരു ടെലിഗ്രാമിൻ്റെ ആ ഒരു മെമെ കോയിൻ. അപ്പോൾ ഈ ഒരു ഡോക്സിനെ നിങ്ങൾ നോക്കി വെക്കുക. ചെറിയൊരു ഡിപ്പ് കിട്ടുവാണെങ്കിൽ ഡോക്സിനെ ബൈ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മൂവ്മെൻ്റ് ഉണ്ടാവുന്ന ഒരു കോയിനാണ് ഡോക്സ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ടോണിന് ഇപ്പോൾ $5.40 ഉള്ളൂ ടോണ്. അപ്പോൾ ടോണും ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. ടോണിൻ്റെ ആ ഒരു ഫൗണ്ടറിൻ്റെ കോയിനാണ് മെയിൻ ടോണ്. അതായത് ടെലിഗ്രാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കോയിൻ എന്തൊക്കെയായാലും $20 മുകളിലോട്ടൊക്കെ മൂവ്മെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ പുതിയ കോയിനുകളാണ്. പഴയ പ്രൊജക്റ്റുകളെ നിങ്ങൾ തിരസ്കരിക്കുക. അതായത് കർഡാന പോലുള്ള വേസ്റ്റ് സാധനങ്ങളെയൊന്നും നിങ്ങൾ ബൈ ചെയ്യാതിരിക്കുക. അതൊന്നും ഇനിയും ആ ഹൈ ഒക്കെ എത്താനൊക്കെ ഇച്ചിരി പാടുപെടും. അതുകൊണ്ട് പഴയ പ്രൊജക്റ്റിനെ വിട്ട് കളയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം അറിയാത്തൊരു പ്രൊജക്റ്റാണ് ക്യൂബിക്ക്. ഓക്കെ, ക്യൂബിക്ക്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡൗൺ ആണ്. ഇതൊരു പുതിയ പ്രൊജക്റ്റാണ്. പ്രൂഫ് ഓഫ് വർക്ക് ഉള്ളൊരു പ്രൊജക്റ്റാണ് ക്യൂബിക്ക്. അത്യാവശ്യം എക്സ്ചേഞ്ചുകളിലൊക്കെ ഉണ്ട് ക്യൂബിക്ക്. അപ്പോൾ അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത്ര എക്സ്ചേഞ്ചുകളുണ്ട്. ഗേറ്റ്.io, യൂണിസ്വാപ്പ് വേണ്ട, അതിലൊന്നും ബൈ ചെയ്യരുത്, നല്ല എതേറിയം പോവും. അപ്പം ഗേറ്റ്.io, MEXC, ബിറ്റ്ഗെറ്റ്, ST.com. അപ്പോൾ ഇതിനകത്തെല്ലാം അക്കൗണ്ട് ഉണ്ട്. ഏതെങ്കിലും എക്സ്ചേഞ്ച് അക്കൗണ്ട് ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്യൂബിക്കിനെ നിങ്ങൾക്ക് മേടിച്ചിടാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്യൂബിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തത് കാസ്പ. അപ്പോൾ കാസ്പയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓൾറെഡി നല്ല രീതിയിൽ മിക്കവാറും റിട്ടേൺ കൊടുത്തൊരു പ്രോജക്റ്റാണ് കാസ്പ. അപ്പം ഇതും വിട്ട് കളയരുത്. അപ്പോൾ ഇതും നിങ്ങൾ മേടിച്ച് വെക്കുക. നിങ്ങൾക്ക് ഇപ്പം വലിയ എമൗണ്ടിനൊന്നും മേടിക്കണമെന്നില്ല. നിങ്ങളൊരു 10-20 കാസ്പയൊക്കെ ഹോൾഡ് ചെയ്യുക മാക്സിമം. അപ്പം ഈ ഒരു പുതിയ കോയിനുകളിൽ മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി ഒത്തിരി പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ ഈ ഒരു കോയിനുകളെല്ലാം നിങ്ങൾ മാക്സിമം നോക്കി വെക്കുക. എന്തൊക്കെയായാലും നല്ല രീതിയിൽ തന്നെ ബുൾ മാർക്കറ്റ് വരുമ്പോൾ റിട്ടേൺ നല്ലതായിട്ട് കിട്ടും. അല്ലാതെ പഴയ കുറേ ആൾട്ട് കോയിനൊക്കെ എടുത്തിട്ട് ഓൾ ടൈം ഹൈ അടിക്കും എന്നൊന്നും കരുതി നിങ്ങൾ വെറുതെ
നിങ്ങൾ വെറുതെ ഒരു മണ്ടത്തരം കാണിക്കരുത്. പുതിയ ആൾട്ട് കോയിൻ എപ്പോഴും ബൈ ചെയ്യാം. അതായത് പുതിയ ഏത് ചപ്പ് ചവറ് പോലെ ഒരുപാട് സംഭവങ്ങൾ വരും, അതിൽ നല്ലത് നോക്കി, അല്ലാതെ കുറേ സ്കാമായിട്ട് സംഭവങ്ങളൊക്കെ വരും, അതിലൊന്നും പോയി ബൈ ചെയ്യരുത്. പുതിയത് നല്ല സംഭവങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞത് ഇത്രയും നല്ല സാധനങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് ബൈ ചെയ്യാം. അപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റ് വരുമെന്ന് പ്രോഫിറ്റ് വരും. പിന്നെ ഈ ഒരു ക്രിപ്റ്റോയാണ്, അപ്പം അതിൻ്റെ ആയിട്ട് റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. എപ്പം വേണമെങ്കിലും ഇപ്പോൾ ലൂണ പോലൊക്കെ അടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുത്ത് മാത്രം, നിങ്ങൾ നിങ്ങളുടെയായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കോയിനുകൾ ബൈ ചെയ്യുക. ഇത് എൻ്റെ ആയിട്ടൊരു സജഷൻ മാത്രമാണ്. നിങ്ങൾക്കിത് എടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്ന് വെച്ചാൽ ന്യൂ ആയിട്ട് ഒരുപാട് കോയിനുകൾ നല്ലത് വേറെ ഇതും ഉണ്ട് കേട്ടോ, ന്യൂ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പം അതിനെക്കുറിച്ച് പറയാം. ഇത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോയിനുകളൊന്ന് നോക്കിയേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.